അന്നത്തെ ആലുവ മീറ്റിംഗിന് ശേഷം സഭയുടെ ആത്മീയ നിലവാരം വർദ്ധിച്ചു. രക്ഷിപ്പാൻ ആലുവയിൽ കാണാതെ പോയവരെ കരുതി രക്ഷിപ്പാൻ ആലുവയിൽ ഒരു മീറ്റിംഗ് നടന്നു. ഇത് തോപ്പമ്പടിയിലാണ് നടക്കേണ്ടത്, പക്ഷെ തമ്പുരാൻ അറിയാം ഇന്ന് ആരെയാണ് വിടുവിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് ആലുവയിലേക്ക് നടത്തിയത്. You are blessed, I tell you, you are blessed. You are blessed, you are blessed, you are blessed, you are blessed. Hallelujah. വായിച്ചു സഭാപ്രസംഗി പദ്ധതി. യൗവനകാലത്ത് Know the Lord in your youth. അതിന്റെ 6-7 കൂടെ വായിച്ചു. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക, അല്ലെങ്കിൽ യൗവനകാലത്ത് 6-7. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറങ്ങിലെ ഉടയും, കിണറ്റിലെ ചക്രം തകരും. പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചെയ്തു. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. നീ വിചാരിക്കുന്ന പോലെയല്ല, ഈ ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് 24 മിനിറ്റ് സുവിശേഷം കേട്ടിട്ടാണ്. 24 മിനിറ്റ്. അന്ന് എന്നോട് പറഞ്ഞത് ക്രിസ്ത്യാനികൾ എങ്ങനെയാണ്, എത്ര ചർച്ചകളുണ്ടെന്നല്ല, നീ ഒരു ആത്മാവാണ്, ഒരു ശരീരത്തിൽ നീ വസിക്കുന്നു. ആത്മാവ് പോകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ആള് മരിക്കുമ്പോൾ മരിച്ചുപോയി. ആത്മാവ് മരിക്കുന്നില്ല. ശ്രദ്ധിക്കുക, ആത്മാവ് മരിക്കുന്നില്ല. നമ്മളൊരു വ്യക്തി മരിച്ചാൽ നമ്മൾ എന്തിനായിരിക്കുന്ന ശേഷക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്തത്? ആത്മാവിന് ശാന്തി കിട്ടാൻ എല്ലാ മതസ്ഥരും ചെയ്യുന്നൊരു കാര്യം, അവർക്ക് ഉറപ്പുണ്ട് ആത്മാവ് എവിടെ കൊണ്ട്. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ രക്ഷ യേശുവിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. ആത്മാവിന്റെ രക്ഷ യേശുവിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം, ചലഞ്ച് എനിക്ക് പ്രൂവ് ചെയ്യാം, അല്ല ഇതിലൂടെ നടക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ we are not against any religion. We are not focusing on one religion, but we are focusing on the truth. ഒരു സത്യം ഞങ്ങൾ പ്രൊസസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം രാമേശ്വരത്തൊക്കെ പോയതാണ്. എന്റെ വീട്ടുകാര് എന്താണ് പാപം, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചോറിന്റെ മറ്റ് പുറത്ത് പോയി കഴിഞ്ഞാൽ അതിന് 9 പാവം കളയല്ലേ, അങ്ങോട്ട് തിരിഞ്ഞാൽ പാപം, കള്ളം പറഞ്ഞാൽ പാപം, നോണ പറഞ്ഞാൽ പാപം. ഓരോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാപം. അങ്ങനെ പാപം, അത് പാപമാണ്. അതുകൊണ്ട് നരകത്ത് പോകുന്നതിന്റെ വീട്ടുകാര് പഠിപ്പിച്ചത് കൊണ്ടാണ് 10 വയസ്സിന് ഒരു തൊട്ട് താഴെ വീണാലും നിങ്ങൾ എടുക്കാതിരുന്നത്. ഹിന്ദുവായിട്ടിരുന്നപ്പോ അവർ മോഷ്ടിക്കാതിരുന്നത് ഇത് പാപമാണെന്നല്ല, അല്ല പണം വേണ്ടെന്നിട്ടല്ല, ഇത് അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ പാപമാണ്, അതിന് ശിക്ഷ കിട്ടുന്നത് വീട്ടുകാർ പഠിപ്പിച്ചതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. എല്ലാവരും മതങ്ങളത് പഠിപ്പിക്കുന്നു. പക്ഷേ ആത്മാവിനെ രക്ഷിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആത്മാവ് എങ്ങനെ ഭാവിയായിരുന്നു മനസ്സിലാക്കണമെങ്കിൽ ഏതോടത്തിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഭാവിയായത് പാപസ്വഭാവം നമ്മിൽ ഉണ്ടായതുകൊണ്ടാണ്. പാപസ്വഭാവം നമ്മിൽ വന്നത് ആദ്യത്തെ മനുഷ്യനായിരിക്കുന്ന വ്യക്തി പാപം ചെയ്തുകൊണ്ട് ദൈവത്തോട് മറുതലിച്ചുകൊണ്ട് ആ പാപം നിമിത്തം ആ DNA ആണ് നമ്മിലേക്ക് വന്നത്. ഇന്ന് നിങ്ങൾ നോട്ടീസിൽ വായിച്ചത് സത്യമാണ്. നിങ്ങൾക്കിന്ന് വിടുതല, നിങ്ങൾക്കിന്ന് വിടുതലാണ്. നിങ്ങളിന്ന് പോകുമ്പോൾ ആശ്ചര്യത്തോടെ പോകത്തുള്ളൂ. നിങ്ങൾക്കിന്ന് വീട്ടിൽ ചെന്നാലും പറയാൻ വാക്കുകളുണ്ടാവും. ഇതിന്റെ കാര്യം എന്നിൽ വ്യാപരിക്കുന്നത് പാപത്തിന്റെ DNA അല്ല, ദൈവത്തിന്റെ DNA ആണ്. ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മിലുണ്ട്. കൈകളത്ത് ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തിൽ എന്തെല്ലാം ഉണ്ട് ആ DNA തന്റെ മക്കളിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വന്നത്. ബോൺ അഗൈൻ ആകുന്നതിന് മുമ്പേ നമ്മിൽ ഇതില്ല, ബോൺ അഗൈൻ ആയതിനു ശേഷം നമ്മൾ അതുണ്ട്. പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബോൺ അഗൈൻ ആയ എല്ലാവരും ഇത് അറിയുന്നില്ല. അവരിൽ എന്തുണ്ടെന്ന് അവർ അറിയുന്നില്ല, അവര് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവര് വിശ്വാസിയായി ജീവിച്ചു മരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ബോൺ അഗൈൻ ആയ നിമിഷം നിമിഷം ദൈവത്തിന്റെ എല്ലാ നിറവും നിങ്ങളിൽ വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ എല്ലാ നിറവും. അതുകൊണ്ട് നിങ്ങൾ ഇനി സാധാരണ മനുഷ്യരായിട്ട് നടക്കേണ്ട ഗതികൾ നിങ്ങൾക്കില്ല. നിങ്ങൾ ഒരു സൂപ്പർ സ്റ്റാറായി നടക്കുകയാണ്. കാരണം ദൈവത്തിന്റെ DNA കുത്തി ഒഴിച്ചു വന്നിരിക്കുകയാണ് നിങ്ങളിൽ. അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാ പറഞ്ഞത്, ദൈവത്തെ അറിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ അറിയും. നിങ്ങളെ അറിയും. മാത്രമല്ല നിങ്ങൾ എന്തിനാ വന്നതെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. ഇന്ന് സുനിൽ പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ കേട്ടു.
അദ്ദേഹം തന്നെ മരിക്കാൻ തീരുമാനിച്ച സമയത്ത് നമ്മുടെ അടുത്ത് വന്നു. ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഭൂതങ്ങൾ പുള്ളിയെ കണ്ടോ ഭൂതങ്ങൾ അലർന്നു. കാരണം തനിക്ക് ഒരു കാര്യം തിരിച്ചറിഞ്ഞു, തന്നിൽ എന്തോ ഉണ്ടെന്ന് തനിക്ക് മനസ്സിലായി. ഇന്ന് ആലുവയിൽ എല്ലാവരോടും പറയാൻ ദൈവം എന്നെ അയച്ചത് ഇതാണ്: നീ വെറും ഒരു സാധാരണക്കാരനല്ല, നിന്നുള്ളവൻ ലോകത്തുള്ളതിനേക്കാൾ വലിയവനാണെന്ന് പറയാനുള്ള കാരണം നിനക്കെതിരെ ഒരു ആഭിചാരം നടക്കാത്തതിന്റെ കാര്യം, നിനക്കെതിരെ ഒരു മന്ത്രവാദം നടക്കാത്തതിന്റെ കാര്യം നിന്നുള്ളവൻ വലിയവനായതുകൊണ്ടാണ്. നിനക്കതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയും, നിനക്കതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയും, നിനക്കതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഏതൊരു വ്യക്തിയിൽ ഭൂതം വ്യാപരിക്കുന്ന ആ ഭൂതത്തെ പുറത്തെടുക്കുന്നതിന്റെ കാര്യം ദൈവത്തിന്റെ DNA നമ്മൾ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. ഇത് ഞാൻ മാത്രം ചെയ്യുന്ന കാര്യമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ born again ആയത്. നമ്മൾ ജനിച്ചു, അതുകൊണ്ട് നിക്കതമൊത്ത് വെച്ചു. ഇനി അമ്മയുടെ ഉദരത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ? അല്ല, ആത്മാവിൽ വീണ്ടും ജനിക്കണം. അങ്ങനെ ആത്മാവിൽ വീണ്ടും ജനിച്ചപ്പോൾ ആത്മാവായിരിക്കുന്ന ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ നിന്റെ ആത്മാവിലേക്ക് അത് കൊത്തി ഒഴുകി വന്നിരിക്കുകയാണ്. നീ ഇരിക്കുന്നതെന്ന് കണക്കാക്കണ്ട, നിന്റെ അകത്തുള്ളവനെ നീ കണ്ടിട്ടുണ്ടെങ്കിൽ നീ പലരും ചിന്തിച്ചിരിക്കുന്ന പോലെ ശിംശോൻ എന്നൊരു ക്യാരക്ടർ ബാക്ക്ഗ്രൗണ്ട്. ശിംശോനെ കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വന്നിരിക്കുന്നത് വലിയ മസിലും വലിയൊരു ബോഡി ബിൽഡറെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ശിംശോൻ. അത് കാർട്ടൂണുകളിലൊക്കെ വരച്ചു വെച്ചത് അങ്ങനെയല്ല. ശിംശോൻ നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷെ ശിംശോന് ബന്ധനത്തെ പേടിയില്ല, ശിംശോന് കെട്ടുകളെ പേടിയില്ല. അതുകൊണ്ട് ശിംശോൻ ഒരു ബന്ധനം വരുന്നു പറഞ്ഞപ്പോൾ കൈ കെട്ടി നിൽക്കും, ചിരിച്ചോണ്ട് നിൽക്കും. അപ്പൊ കെട്ടാൻ വരുന്നവര് തന്നെ സംശയമായി, ഇവർ എന്ത് ധൈര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ശിംശോൻ പറഞ്ഞു, കെട്ടി നോക്ക്. ഒരു ദിവസം കെട്ടല്ല, അദ്ദേഹത്തിന് ഒരു വീട്ടിലിട്ട് പൂട്ടി, ശിംശോനിട്ട് പൂട്ടി. അർദ്ധരാത്രി എത്തിയപ്പോൾ അദ്ദേഹം പൂട്ടിയിരിക്കുന്ന താക്കോലല്ല അന്വേഷിച്ചത്, ആ കട്ലയും വാതിലും കൂടെ പൊക്കിയെടുത്തുകൊണ്ട് മലകളിലേക്ക് കയറി. ദൈവത്തിന്റെ ആത്മാവിലേക്ക് വരുമ്പോ അതാ പറഞ്ഞത്, നിനക്ക് നിന്നെ അറിയത്തില്ല, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി ലോകത്തെ ജയിച്ച ശക്തിയാണ്, ഉയർപ്പിന്റെ ശക്തിയാണ്. യേശുകർത്താവ് ഉയർത്തരുതെന്ന് യേശുകർത്താവ് ഒരു തരത്തിലും ഉയർത്തരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ കണ്ടങ്ങളെ പൊളിച്ച് പുറത്തു വന്ന ആ ശക്തി റോമൻ ഇമ്പീരിയൽ മുദ്ര പൊട്ടിച്ചതിന്റെ ശക്തി, ആ ശക്തിയാണ് ഇന്ന് എതിരെ നിങ്ങൾ വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് റോമൻ എടുത്ത് പറഞ്ഞത്, യേശു കർത്താവിനെ ഉയർപ്പിച്ച ശക്തി അത് നിങ്ങൾ വ്യാപരിക്കുമ്പോൾ നിനക്ക് കെട്ടിരിക്കുന്ന കെട്ടുകളെ നീ കൂടായി പൊട്ടിച്ചുകളയും. അതുകൊണ്ടാണ് ശിംശോൻ പറഞ്ഞത് ദലീലയോട്, ഒരിക്കൽ പെരുമാറാത്ത കാര്യമുണ്ട്, ഒരിക്കൽ ഉപയോഗിക്കാത്ത കാര്യമുണ്ട്, എന്നെ കെട്ട്. അമ്മേൻ അമ്മ ശിംശോനിത് എന്റർടൈൻമെന്റ് ആണ്. അവര് കെട്ടുക, അമ്മയെ ഞാൻ പൊട്ടിത്തെറിപ്പിക്കുക, അവര് കെട്ടുക, ഞാൻ അഴിക്കുക, അവര് കെട്ടുക, ഞാൻ തെറിപ്പിക്കുക എന്ന പകൽക്കാലത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗം അഴിയുകയാണ്. ആ കെട്ടാനും അഴിക്കാനുമുള്ള വലിയ 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 ഒരു പവറാണ് ഇന്ന് നിന്നെ വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ വ്യാപരിക്കുന്ന അതേ പ്രസൻസ് ആലുവയിൽ നമ്മൾ ഇതൊക്കെയാണ്. കാരണം നീ ഇതിന്റെ അകത്തേക്ക് വന്നപ്പോഴേ നീ പ്രസൻസ് കൊണ്ടാണ് വന്നത്, നീ ഇതിന്റെ അകത്തേക്ക് കയറിയപ്പോഴേ നീ പ്രസൻസ് കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് നീ ആരെന്ന് നീ തിരിച്ചറിയുക. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ിലുള്ള അതേ പ്രസൻസ് നീ ആലുവയിൽ അനുഭവിക്കാൻ പോവുകയാണ്. ഇത് സ്ഥലമല്ല പ്രശ്നം, ഇവിടെ നീയാ പ്രശ്നം. നീ വന്നാൽ ഇവിടെ പ്രസൻസ് വരികയാണ്. നിനക്കറിയുന്നില്ല നീ ക്യാരി ചെയ്യുന്നത് എത്ര ഡൈനാമിക്കാണ്, എത്ര ഡിഗ്രിയാണ്, എത്ര ഹോഴ്സ് പവർ ആണ്, എത്ര ടണ്ണാണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ 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 You are powerful. You are a Superman. One who is in you is greater than one who is the world. നീ ചെറിയൊരു സംഭവമല്ല. നീ ഇവിടുന്ന് വന്നെന്നോ, നിനക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നോ, നിനക്ക് EMI അടയ്ക്കാൻ കഴിയില്ലെന്നോ, നിന്റെ കയ്യിൽ ജപ്തി നോട്ടീസ് ഉണ്ടോ, ഇതൊന്നും ആത്മാവിന് അറിയണ്ട. നിന്റെ അപ്പനാരെന്ന് അറിയണ്ട, അമ്മ രക്ഷിക്കപ്പെടാത്ത കാര്യം അറിയണ്ട. ആമേൻ. ആത്മാവിന് അറിയുന്നത് നിന്നെയാണ്. നീ ചെറിയൊരു കാര്യമല്ല, നീ ഒരു സംഭവമാണ്. നീ ഒരു സംഭവമാണ്. നീ ദൈവത്തെ അറിയുമ്പോൾ നീ ദൈവത്തിന്റെ പർപ്പസ് മനസ്സിലാക്കി തരിക. ആ പർപ്പസ് മനസ്സിലാക്കുമ്പോൾ നീ ശത്രുവിന് അനുകൂലമായല്ല, അവൻ ദൈവത്തിലേക്ക് പ്രയോജനപ്പെടുന്ന ഒരു പാത്രമായി തരികയാണ്. കടന്നു വന്നവര്
നിങ്ങൾ ചിന്തിക്കും എന്തായതെന്ന്. അതാ ഞാൻ പറഞ്ഞത്, നിന്റെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മാറ്ററാണ് തരുന്നത്. ഞാനല്ല ഇവിടെ ചെയ്യുന്നത്, വെറും ദൈവം ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ ഇതിന്റെ അകത്ത് വന്നത് നോക്കിയത്. ഞാൻ ഒരിക്കൽ ഇതുപോലൊരു മീറ്റിംഗിൽ എത്തി നോക്കാൻ വന്നതാ. ഞാൻ എത്തി നോക്കാൻ വന്നപ്പോൾ അമ്മ ഇതൊക്കെ കണ്ട് കളിയാക്കി വീട്ടിൽ പോയി കളിയാക്കിയത്. 3 ദിവസം കഴിഞ്ഞപ്പോ എന്നെ ദൈവം പിടിച്ചു. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഞാൻ കളിയാക്കാൻ കയറി വന്നതാണ്. ക്രിസ്ത്യാനികളെല്ലാം കൂടെ അമേരിക്കയ്ക്ക് അയക്കണമെന്നുള്ള RSS മൈൻഡുള്ള RSSകാരനായിരുന്നു ഞാൻ. ഇതുപോലെ ഒരു പള്ളിയിൽ കയറി ഇതുപോലെ ബഹളം കണ്ടപ്പോ, ഇവിടെ അലർച്ചയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ വീട്ടിൽ പോയി കളിയാക്കിയതാണ്. 3-ാം ദിവസം ദൈവനെ തൊട്ടു. 3-ാം ദിവസം ദൈവനെ തൊട്ടു. നഷ്ടത്തിനല്ല, ഗുണത്തിനായി. എന്റെ സ്വദേശം പാലക്കാടാണ്. പാലക്കാട് നിന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് മരിക്കാനായിരുന്നു. സുനിൽ പറഞ്ഞതുപോലെ നമുക്കിപ്പോ മുന്നിൽ ഒരു വഴി തുറക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആകെ കാണുന്നത് മരണമാണ്. EMI ഒക്കെ എടുക്കും, എല്ലാം എടുക്കുന്നുണ്ട്. അവസാനം അടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ചിന്തിക്കുന്നത് ആത്മഹത്യ. പലരും ചർച്ചയിൽ വരാൻ പേടിച്ചത് അതിൽ തന്ന മീറ്റിങ്ങിൽ ഒരുപാട് ഭൂതം ബാധിച്ച വ്യക്തികൾ പൈശാചിക മാനിഫെസ്റ്റേഷൻ ഉണ്ടായിട്ട് ചിലർ പേടിച്ചിട്ട് തരാത്തവരുണ്ട്. ഇന്ന് പേടിക്കണ്ട, ഇന്ന് അതിനേക്കാൾ സന്തോഷമാണ്. ഇന്ന് മാർവലസ് ലൈറ്റ് ഒരു യൂണിക് മിനിസ്ട്രിയായി മാറി. അപ്പം ഇവിടെ നടക്കുന്ന പല മാനിഫെസ്റ്റേഷൻസും ആദ്യമായിട്ട് കാണുന്നവരായിരിക്കാം. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലത്തെ ഈ മീറ്റിംഗ് ഒരു സൂപ്പർ നാച്ചുറൽ മീറ്റിംഗ് ആണ്. ഏത് രീതിയിൽ പോകും എന്നെനിക്ക് ഒരു ലെവലില്ല. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നും കാലിക്കറ്റിൽ നിന്നും എറണാകുളം കോഴ്സ് പല ഭാഗങ്ങളിൽ നിന്നും ദൂരത്തു നിന്ന് യാത്ര ചെയ്ത് വളരെ നേരത്തെ തന്നെ മോളിലെത്തിയവരോടത്ത് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്റർനാഷൻ കഴിയുന്നില്ല. സഭ കൂടുതൽ പേര് വാസത്തിലാണ്. നമുക്ക് സാധാരണ ജീവിക്കുന്ന ജീവിതം പോരാ. നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ്. സഭകളിൽ പോയ ക്രിസ്ത്യാനികൾ മടുത്ത് എന്നും അതേ ട്രഡീഷൻ, അതേ കൾച്ചർ, അതേ തന്നെ എന്തെങ്കിലും ചെറിയ വ്യത്യാസം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അതിനെ വെള്ളമൊഴിച്ചിട്ടെടുക്കും. പക്ഷേ ഇപ്പോൾ മാർവലസ് ലൈറ്റിനെ ആർക്കും വെള്ളം ഒഴിച്ച് എടുത്താൻ കഴിയത്തില്ല. അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം. ഇവിടെ കത്തുന്നത് കാട്ടുതീയാണ്. ആമസോൺ കാടുകളിൽ തീ പിടിച്ചാൽ മാസങ്ങൾ എടുത്തിട്ട് പോലും അത് കെടുത്താൻ കഴിയത്തില്ല. രാജ്യങ്ങളെല്ലാം നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആമസോണിലെ ഫോറസ്റ്റ് തീ പിടിക്കുന്നത്. അപ്പം അത് മറ്റുള്ള രാജ്യങ്ങളിൽ, അമേരിക്കയിൽ ആമസോണിൽ തീ പിടിക്കുമ്പോൾ കാനഡക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത രാജ്യത്തേക്കൂടെ ഇത് പുക കൊണ്ടിരിക്കാൻ കഴിയാത്ത സഫോക്കേഷൻ കൊണ്ടിരിക്കുകയും എന്ന പോലെ ഇതാർക്കും വെള്ളം ഒഴിച്ച് കിട്ടാൻ കഴിയത്തില്ല. ദൈവത്താൽ സംഭവിക്കുന്ന കാര്യം. അപ്പോൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നി പുതുതായിട്ട് കുറേ പേര് വന്നതാണ് കോഴ്സ്. അവരോട് ഞാൻ പറയട്ടെ, ഇതൊരു മതപ്രസംഗത്തിന് വന്നതല്ല. ഞങ്ങൾ സാധാരണ കൺവെൻഷൻ പ്രതീക്ഷിക്കുന്ന അല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതൊരു കുടുംബ മീറ്റിംഗാണ്. നിങ്ങൾ ഞങ്ങൾക്ക് സ്ട്രേഞ്ചർ അല്ല. അതുവേ എന്നോട് അവർ പറഞ്ഞു, മീഡിയക്കാർ വന്നിട്ടുണ്ട്, അവർ നമ്മളായിട്ട് കണക്റ്റഡ് ഒന്നുമല്ല, അവർ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കാരണം എല്ലാവർക്കും കേൾക്കാൻ ഇവിടെ ഞങ്ങളെല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്നവരാണ്. അല്ലാതെ ഞങ്ങൾ ഒരു മതത്തിന്റെ ലെവലിലല്ല ഇന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഒരു വെളിച്ചം ഈ ആലയം ഒരു കണക്കിന് നല്ല പേരുള്ള
ഒരു ടൗൺ ആയിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ വളരെ ക്രൂരമായ ചില കുറ്റകൃത്യങ്ങൾക്ക് നടന്നപ്പോൾ ആളുകളുടെ പേര് പോയി. ഒരു വ്യക്തി തീരുമാനിച്ചാൽ ഒരു ദേശത്തിൻ്റെ പേര് കളയാം, പക്ഷെ ഒരു സഭ തീരുമാനിച്ചാൽ പേര് തിരിച്ചു കൊണ്ടുവരാം. അതുകൊണ്ട് ഞങ്ങൾ വന്നത് ഈ ആരോഗ്യ സമാധാനം ഉണ്ടാകുവാൻ, ഇവിടുത്തെ ബിസിനസ്സുകാർക്കും ഇവിടുത്തെ ഓരോ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം. ഇവിടെ കൊച്ചുങ്ങൾക്കായാലും ഫാമിലിക്കായാലും ധൈര്യത്തോടെ പുറത്തിറങ്ങി നടക്കണം. ആ ഭയം അവരെ വിട്ട് മാറണം. ഈ ഒരു കാര്യങ്ങൾക്കൊക്കെയാണ് ഞങ്ങൾ ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടെയാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശു കർത്താവ് വന്നത് നമുക്കൊരു മതം തരുവാനല്ല, നമ്മുടെ അകത്തൊരു കിങ്ഡം തരുവാനാണ്. നമ്മുടെ അകത്ത് ഒരു കിങ്ഡം തരുവാനാണ് യേശു വന്നത്. യേശു കർത്താവ് ഒരു മതം സ്ഥാപിക്കാൻ വന്നതല്ല. ഞാൻ ഒരു തികഞ്ഞ മേനോനായിരുന്നു. ഓക്കെ, വലിയൊരു പേരുകേട്ട തറവാട്ടിൽ മേനോനായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ പല മതസ്ഥരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറയേണ്ടത്, നമ്മളെ ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ മതം പ്രസംഗിച്ചവരില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, അറിവില്ലാത്തതുകൊണ്ട് പലതും കാണും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് ഞാൻ പറയട്ടെ, ഇരുട്ടിലുള്ളവർ വലിയൊരു പ്രകാശം കണ്ടു എന്നാണ് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം ഇന്ന് ആലുവയിൽ ഇരുട്ടിലിരിക്കുന്നവർ യേശുവിൻ്റെ പ്രകാശം അനുഭവിക്കണം. സംസാരിക്കുന്നതായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. പബ്ലിക് എന്ന് പറയുമ്പോൾ അവർക്ക് ദൈവത്തെ അറിയത്തില്ല, അവർക്ക് ദൈവവായൊന്നും കാണത്തില്ല. അപ്പോൾ അവർ ഗ്രൗണ്ടിൽ കടല കുറിച്ചും ഈ പെരുന്നാളിൽ നിൽക്കുന്ന പോലെ, അമ്പലത്തിൽ പൂരത്തിൽ നിൽക്കുന്ന പോലെയൊക്കെ നിൽക്കും. അവർക്ക് ഈ കൺവെൻഷൻ്റെ വിലയൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിന് ഞാൻ പറയാം, ഞാൻ എവിടെയൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വിശ്വാസികൾ തരുന്നതിനേക്കാൾ കൂടുതൽ റെസ്പെക്റ്റ് നാട്ടുകാർ തന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് മാനുഷികമല്ല, ഇത് ദൈവികമാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കുന്നത്തുകാൽ, നിങ്ങളുടെ സ്ഥലമല്ലേ കുന്നത്തുകാൽ, നെയ്യാറ്റിൻകര അല്ലേ? കുന്നത്തുകാൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാട്ടൊക്കെ പാടുമ്പോൾ അവർ മതിലിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്, സംസാരിക്കുന്നുണ്ട്. വലിയ പബ്ലിക് ഗാദറിംഗ് ആണ്. കുറച്ച് വിശ്വാസികൾ കുറവാണ്. അവർ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട്. ഈ പബ്ലിക് വന്നിട്ട് ഭയങ്കര സംസാരം. അപ്പം ഞാൻ കയറി ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു പാട്ടൊക്കെ പാട്ട് പാടിയപ്പോൾ ഞാൻ പാടുന്ന സ്റ്റൈലൊക്കെ അവരെന്തൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടു. ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക മേഖലയ്ക്ക് ആദ്യം പ്രാർത്ഥിച്ചു. അതെല്ലാം പുറത്ത് വരട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു 10-15 വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങൾ അങ്ങനെ അറിയും. പബ്ലിക് ഗ്രൗണ്ടിലാണ്. പക്ഷെ നമ്മളിത് സ്ഥിരം ചെയ്യുന്നതെന്നുള്ളത് വിശ്വാസികൾക്ക് അറിയാം, പക്ഷെ നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. ഈ ഭൂതങ്ങൾ ഇളകിയോടുകൂടെ എല്ലാവരും മതിൽ നിന്ന് ചാടി അവരിങ്ങനെ നിൽക്കുന്നത് കണ്ട് എനിക്ക് തന്നെ സങ്കടം തോന്നി. കാരണം അവരങ്ങനെ നിൽക്കുന്ന റെസ്പെക്റ്റ് കൊടുക്കുന്നത് അവിടെ യേശു വന്നത് കൊണ്ടാണ്. മനുമനൻ വന്നതുകൊണ്ടല്ല, യേശു അവിടെ വന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇന്ന് എന്താണ് പ്രസംഗിക്കുന്നത്? കാരണം ക്രൂസൈഡിൽ കൺവെൻഷൻ പ്രസംഗിക്കുന്നതും സഭയിൽ പ്രസംഗിക്കുന്നതും രണ്ടും രണ്ടാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവം സഭയോട് മാത്രമല്ല മൊത്തം ജനത്തോടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വന്നവർക്ക്, പുതുതായിട്ട് വന്നവർക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിലൊരു മെസ്സേജ് ദൈവം തന്നിട്ടുണ്ട്. പബ്ലിക് എന്ന് പറയുമ്പോൾ അവർക്ക് ദൈവത്തെ അറിയത്തില്ല, അവർക്ക് ദൈവവായൊന്നും കാണത്തില്ല. അപ്പോൾ അവർ ഗ്രൗണ്ടിൽ കടല കുറിച്ചും ഈ പെരുന്നാളിൽ നിൽക്കുന്ന പോലെ, അമ്പലത്തിൽ പൂരത്തിൽ നിൽക്കുന്ന പോലെയൊക്കെ നിൽക്കും. അവർക്ക് ഈ കൺവെൻഷൻ്റെ വിലയൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിന് ഞാൻ പറയാം, ഞാൻ എവിടെയൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വിശ്വാസികൾ തരുന്നതിനേക്കാൾ കൂടുതൽ റെസ്പെക്റ്റ് നാട്ടുകാർ തന്നിട്ടുണ്ട്.
അതിൻ്റെ കാരണം ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് മാനുഷികമല്ല, ഇത് ദൈവികമാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കുന്നത്തുകാൽ, നിങ്ങളുടെ സ്ഥലമല്ലേ കുന്നത്തുകാൽ, നെയ്യാറ്റിൻകര അല്ലേ? കുന്നത്തുകാൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പാട്ടൊക്കെ പാടുമ്പോൾ അവർ മതിലിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്, സംസാരിക്കുന്നുണ്ട്. വലിയ പബ്ലിക് ഗ്യാതറിംഗ് ആണ്. കുറച്ച് വിശ്വാസികൾ കുറവാണ്. അവർ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട്. ഈ പബ്ലിക് വന്നിട്ട് ഭയങ്കര സംസാരം. അപ്പം ഞാൻ കയറി ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു പാട്ടൊക്കെ പാട്ട് പാടിയപ്പോൾ ഞാൻ പാടുന്ന സ്റ്റൈലൊക്കെ അവരെന്തൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടു. ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക മേഖലയ്ക്ക് ആദ്യം പ്രാർത്ഥിച്ചു. അതെല്ലാം പുറത്ത് വരട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു 10-15 വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങൾ അങ്ങനെ അറിയും. പബ്ലിക് ഗ്രൗണ്ടിലാണ്. പക്ഷെ നമ്മളിത് സ്ഥിരം ചെയ്യുന്നതെന്നുള്ളത് വിശ്വാസികൾക്ക് അറിയാം, പക്ഷെ നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. ഈ ഭൂതങ്ങൾ ഇളകിയോടുകൂടെ എല്ലാവരും മതിൽ നിന്ന് ചാടി അവരിങ്ങനെ നിൽക്കുന്നത് കണ്ട് എനിക്ക് തന്നെ സങ്കടം തോന്നി. കാരണം അവരങ്ങനെ നിൽക്കുന്ന റെസ്പെക്റ്റ് കൊടുക്കുന്നത് അവിടെ യേശു വന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. മനുമനൻ വന്നതുകൊണ്ടല്ല, യേശു അവിടെ വന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇന്ന് എന്താണ് പ്രസംഗിക്കുന്നത്? കാരണം ക്രൂസൈഡിൽ കൺവെൻഷൻ പ്രസംഗിക്കുന്നതും സഭയിൽ പ്രസംഗിക്കുന്നതും രണ്ടും രണ്ടാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവം സഭയോട് മാത്രമല്ല മൊത്തം ജനത്തോടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു കാണും. അത്ര ഫെമിലിയർ അല്ല, പക്ഷേ ഒരു സഭയോഗം പോലും വിടാതെ വരുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ആളെ അറിയാം. ഞാൻ പറവൂരിന്നാണെന്ന് വിചാരിച്ചത്, പിന്നെ മനസ്സിലായത് ഈ നാട്ടുകാരനാണ്. അത് മിനിഞ്ഞാന്ന് ഞാനിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഈ നാട്ടുകാരനാണ്. അദ്ദേഹം ലൈവിൽ ഞങ്ങളെ കാണുന്ന എല്ലാവരെയും ഇത് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് എക്സ്പെക്ട് ഗ്രേറ്റ്. ദൈവനാമത്തിന് മഹത്വമുണ്ട്. ഞാനൊരു ജ്വല്ലറി ഷോപ്പിൻ്റെ ഓണറാണ്. അറിയുന്ന മിക്ക ദൈവ മക്കളെയും കൂട്ടത്തിലുണ്ട്. ഇവിടെ ബിസിനസ്സാണ്. എന്ത് ബിസിനസ്? ജ്വല്ലറി ബിസിനസ്സാണ്. പിടിച്ചാൽ ഗുണമുള്ള കാര്യം. ഓക്കെ. ആ, അപ്പോൾ 2016-17 കാലഘട്ടങ്ങളിൽ എൻ്റെ ബിസിനസ്സെല്ലാം തകർന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഒരു ആത്മഹത്യയുടെ വക്കിലായിരുന്നു. അങ്ങനെ ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ്. അമ്പലങ്ങളിൽ നിന്ന് ഇറങ്ങാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഇനി നമ്മുടെ മുന്നിൽ ഒരു ആത്മഹത്യ, അതാണ് ഞാനും എൻ്റെ ഭാര്യയും എടുത്ത തീരുമാനം. എനിക്ക് 2 മക്കളുണ്ട്. അവർ വളരെ ചെറുതായിരുന്നു. അപ്പോൾ അവരെയൊക്കെ മുഖം കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു പ്രശ്നം. അങ്ങനെ മരിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു വ്യക്തി എന്ന് പറഞ്ഞൊരു ആത്മാവാണ് എന്നെ തൊട്ടു. നീ ദൈവത്തിൻ്റെ ദാസനും ദൈവത്തിൻ്റെ അഭിഷിക്തനും, നീ പോയി കാണും. അപ്പോൾ എനിക്കറിയത്തില്ല ദൈവത്തിൻ്റെ അഭിഷിക്തനുണ്ടോ ദൈവത്തിൻ്റെ ദാസനുണ്ടോ. ഞാൻ മറ്റു പള്ളിയിലെ അച്ഛനായിരുന്നു വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായ ഒരു വ്യക്തിയോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാസനും ദൈവത്തിൻ്റെ അഭിഷിക്തനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ്. ആൾ പറഞ്ഞ് ഉണ്ട്. എവിടെ എനിക്കൊന്ന് കാണണം. അതെ, ഞങ്ങൾ 2014 മീറ്റിങ്ങിന് ആലുവയിൽ പോയി. എന്താണ് സംഭവിച്ചെന്ന് ആൾക്കെന്നെ അറിയത്തില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ദൈവത്തിൻ്റെ ദാസനും ഒരു അഭിഷേകനാണ്. നീ പോയി അവിടെ കാണാം. എനിക്കറിയില്ല, ഞാൻ അമ്പലത്തിലൊക്കെ പോണ വ്യക്തി, എനിക്ക് ദൈവത്തിൻ്റെ ദാസനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയും ഈ നാളെ അല്ലെങ്കിൽ പിറ്റത്തെ ദിവസം കാണുന്നു. അങ്ങനെയാണ് എറണാകുളത്ത് കിലോചിച്ചെന്ന് പറഞ്ഞിട്ട് അവരുടെ സംഭവമുണ്ട്. ഞാൻ ഇനി പിടിച്ച് നിനക്കത് കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കിലോചിച്ച് പോകണം. എന്താണ് അവിടെ നിന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ദേവദാസനോട് വരും, ഓരോന്നും പറയും. പക്ഷെ ഒരു ക്ലാസ് പോലും എനിക്ക് മുടക്കാൻ പറ്റില്ല. ദേവദാസനെ എങ്ങനെ ഓടണോ ആ ലെവലിലേക്ക് എൻ്റെ കൊണ്ടുപോവാണ്.
പട്ടിക്കാട്, എനിക്കറിയില്ല എവിടെയൊന്നും, പാലക്കാട് അവിടെ എങ്ങനെയാണ്, കോട്ടയം, അങ്ങനെ പല സ്ഥലങ്ങളിൽ. അങ്ങനെ ഒരു വർഷം ദേവദാസിന്റെ കീഴിൽ അങ്ങനെ നിന്നു. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലും എന്നെ പുറത്തുവിളിച്ചു. ഇതിനെക്കുറിച്ച് ആയിട്ടൊന്നുമില്ല, എന്താണ് യേശു എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു വർഷം കഴിഞ്ഞ് പല ദേവദാസങ്ങളുടെ അടുത്തും പോയിട്ടും എനിക്കൊരു ഒന്നും മനസ്സിലാവില്ല. അപ്പോഴാണ് ദൈവം നേരിട്ട് വിളിക്കുന്നത്, നീ ദൈവദാസനിൽ ഉറച്ചു നിന്നാൽ ഞാൻ നിന്നെ മാനിക്കും. ദൈവം എന്നെ വെളിപ്പെടുത്തിയതാണ്. അങ്ങനെയാണ് ഞാൻ ഈ യേശുവിനെ അറിയുന്നത്. ഇപ്പോ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുമെന്ന് പറയുമ്പോൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ട, ചെല്ലുമ്പോൾ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങും. ദൈവം എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ വിളിച്ചതിന് ഏറ്റവും വലിയൊരു അഭിഷിക്തനാണ്. ഞാൻ പാസ്റ്ററെ പൊക്കി പറയാനൊന്നും പറഞ്ഞല്ല, ഇത് ദൈവം എന്നോട് ഇടപെടാണ്. ഈ ദേശത്ത് പിടിവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അഭിഷിക്തന്മാർ വേണം. 2016 ആലുവയിൽ ഈ ഒരു മീറ്റിംഗ് നടത്തിയത് ഞാൻ പറയുന്നത് ദൈവം എനിക്ക് വേണ്ടിയിട്ടായിരിക്കുന്നതാണ്. ഞാൻ ഇന്ന് ഭൂമിയിലില്ല, മരണപ്പെട്ടു പോകും. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ള സാക്ഷി. അപ്പൊ എല്ലാ ദൈവമക്കളും ഈ സഭയുമായി, ഈ ദൈവദാസനുമായിട്ട് നിൽക്കുകയാണെങ്കിൽ പല ദേശങ്ങളിലും നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഇത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഞാൻ ആരെ കുറ്റം വേണ്ടി പറയുന്നില്ല, ഒരു ദൈവദാസനെ കുറ്റപ്പെടുത്തി പറയേണ്ട ഇതൊന്നും എനിക്കില്ല. നമ്മൾ പറയേണ്ട ആ ഒരു ഇതും നമുക്കില്ല, ആരെ കുറ്റപ്പെടുത്ത പറയില്ല. പക്ഷെ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ ഒരു ദൈവദാസനാണ് ഞാൻ. അതുകൊണ്ട് 5 വർഷം ദേവദാസന് ഞാൻ പ്രാർത്ഥന പോലും വായിച്ചിട്ടില്ല. പക്ഷെ ഈ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുകാണ്. പ്രാർത്ഥിക്കാൻ പോലും വേണ്ട. ഇവിടെ സഹിച്ചറിയാം, പല വ്യക്തികൾക്കും അറിയാം, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങണം. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ സാക്ഷിയുടെ യേശുവിനെ അറിഞ്ഞ് ആദ്യത്തെ ഒരു അഭിഷേകത്തിന് എൻ്റെ ദൈവം തന്നതാണ്. അത് എപ്പോഴും ഞാൻ, എൻ്റെ കുടുംബവും ഞങ്ങൾ അതിനകത്ത് എപ്പോഴും സംതൃപ്തിയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷി. സുനിൽ, അദ്ദേഹം ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് യേശു കർത്താവിനെ തിരിച്ചറിഞ്ഞു. ഞാൻ നിങ്ങളുടെ മതം മാറ്റിയോ? ഇല്ല. പേര് മാറ്റിയോ? ഇല്ല. മതം മാറ്റിയിട്ടില്ല, പേര് മാറ്റിയിട്ടില്ല, ആള് മാറി. മെസ്സേജിലേക്ക് പോകാം. കൊലോസ്യർ 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 1:16. MSG ട്രാൻസ്ലേഷൻ എടുക്കാം. MSG മെസ്സേജ് ട്രാൻസ്ലേഷൻ. For everything, absolutely everything, above and below, visible and invisible, rank after rank of angels, everything God started in Him and finds His purpose in Him. ഞാൻ ഇംഗ്ലീഷിലൂടെ വായിക്കുന്നത് പലരും ലൈവിലുണ്ട്, അത് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. For everything, absolutely everything, above and below, visible and invisible, rank after rank after rank, angels, everything God started in Him and finds His purpose in Him. ഇത് സ്റ്റാർട്ടായിരിക്കുന്നു. ആ സ്റ്റാർട്ടായതെല്ലാം എന്തിനാണ് സ്റ്റാർട്ടായതെന്നുള്ള പർപ്പസ് കണ്ടുപിടിക്കാൻ ഓടുന്നു. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളും എന്തിനാണ്, ദൈവത്തിലാണ് എല്ലാം പുറപ്പെട്ടത്. അതെല്ലാം എന്തിനാണ് എന്ന് ദൈവത്തോട് ചോദിച്ച് അതിൻ്റെ പർപ്പസ് ഫൈൻഡ് ചെയ്യും. അപ്പം ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഓടുന്നത് ലൈഫിൻ്റെ ഫുൾഫിൽമെൻറ്റിനാണ്. ഒന്ന് പഠനം ഫുൾഫിൽമെൻറ്റ്, ജോലി ഫുൾഫിൽമെൻറ്റ്, കുടുംബജീവിതം ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ പഠിക്കുന്നത് ജോലിക്ക്, ജോലി കിട്ടുന്നത് കല്യാണം കഴിക്കാൻ, കല്യാണം കഴിക്കുന്നത് വിവാഹം കഴിക്കാൻ, വിവാഹം കഴിക്കുന്നത് കൊച്ചുങ്ങളുണ്ടാകുന്നത് പിന്നെ നമുക്ക് പെൻഷനായി കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ, ഇങ്ങനെ പോവുകയാണ് ലൈഫിൻ്റെ സ്റ്റൈൽ. അപ്പം ഇത് പർപ്പസ് എന്ന് പറയുന്നത്, പർപ്പസിൻ്റെ കുറിച്ച് പറയണത് ലക്ഷ്യമാണ്.
ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള പദ്ധതി, അതാണ് കുറച്ച് പറഞ്ഞത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി, അതാണ് മെസ്സേജ്. ഓക്കെ, അപ്പൊ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മളിപ്പോൾ എന്താ ആഗ്രഹിക്കുന്നത്? സമാധാനപരമായ ഒരു ജീവിതം, പീസ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ സമൃദ്ധി ഉള്ള ഒരു ജീവിതം, ആരോഗ്യപരമായ ഒരു ജീവിതം, പിന്നെ എന്താ വിചാരിക്കുന്നത്? നല്ലൊരു ജോലി, നല്ലൊരു കുടുംബജീവിതം, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിനേക്കാൾ വലുത്, ഇതിനേക്കാൾ ഏറ്റവും വലുതാണ് ദൈവത്തിന് കുറിച്ചുള്ള പദ്ധതി. എന്താണെന്ന് പറയുന്നത്? അപ്പൊ എൻ്റെ ജീവിതത്തിന്റെ സകല ലക്ഷ്യങ്ങളെക്കാൾ വലുതാണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി. ഹല്ലേലൂയ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പക്ഷേ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയണമെങ്കിൽ എല്ലാം ദൈവത്തിൽ നിന്ന് തുടങ്ങണം. ഹല്ലേലൂയ. കാരണം മറ്റൊക്കെ ശരി. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചാൽ, ഈ മീറ്റിങ്ങിനാണെന്ന് സംശയമൊന്നുമില്ല, പക്ഷേ ഭൂമിയിലേക്ക് എന്തിനാണ് നിങ്ങൾ വന്നതെന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട്? ഇന്ന് നമ്മുടെ മുന്നിൽ ഒരുപാട് പേര് മരിക്കുകയാണ്. പല ഏജുകളിലാണെങ്കിൽ മരിക്കുന്നത്. അപ്പം മരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നാളെ നമ്മുടെ ഈ സ്ഥിതി തന്നെ. അതുകൊണ്ടാണ് ഒരു ഫ്യൂണറൽ സർവീസ് വരുമ്പോൾ എല്ലാവരും വളരെ ഭവ്യതയോടൊക്കെ നിൽക്കുന്നതിൻ്റെ കാര്യം, ആൾക്കാർ വരുന്നു, മരിക്കുന്നു, നമ്മൾ പറയുന്നു മരിച്ചുപോയി, പിന്നെ അടുത്ത തലമുറ വരുന്നു, മരിക്കുന്നു, പോകുന്നു. അപ്പം മരിക്കാനായിട്ട് ഒന്നാണ് നമ്മുടെ മുമ്പിൽ. അല്ല, നമ്മളൊരു പദ്ധതി പൂർത്തീകരിക്കാൻ വന്നത്. നമ്മൾ മരിക്കാൻ വന്നതല്ല, ആ പദ്ധതി പൂർത്തീകരിച്ചിട്ട് വേണം മരിക്കാൻ. അതുകൊണ്ടാണ് യേശു കർത്താവ് 33.5 വർഷം ചെറുപ്പക്കാരൻ, ആ ചെറുപ്പത്തിലാണ് യേശു കർത്താവ് മരിക്കുന്നത്. യേശു കർത്താവ് മരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എന്നെ കുറിച്ച് എന്തായിരുന്നു ദൈവത്തിന്റെ പദ്ധതി? ഞാൻ പൂർത്തീകരിച്ചു പോകുന്നു. ഹല്ലേലൂയ. വിശുദ്ധനായ പൗലോസ് പറഞ്ഞതോ, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. അല്ലേ? എനിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അത് ഞാൻ തികച്ചു. ഈ അല്ലാതെ ജീവിക്കുന്ന, പർപ്പസ് അറിയാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരു ത്രില്ലും കാണുന്നില്ല. അങ്ങനെ രാവിലെ ആകുന്നു, വൈകിട്ടാകുന്നു, മാർച്ച് കഴിയുന്നു, ഏപ്രിൽ, പിന്നെ മെയ് ആയി, അടുത്ത് ജൂണായി, അടുത്തത് 25, 2025 ആകുന്നു. അപ്പോഴേക്കും നമുക്കിങ്ങനെ പ്രായമാകുന്നു, വർഷങ്ങൾ പോകുന്നു, കുടുംബത്തിലെ മക്കളുടെയൊക്കെ വളർച്ചയാകുന്നു, അതിൻ്റെയൊക്കെ കല്യാണം കഴിയുന്നു, നമുക്ക് പെൻഷനായി, നമുക്ക് റിട്ടയർമെന്റ് ആയി. ഇനി എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വലിയൊരു ഈസി ചെയർ വാങ്ങിച്ചിട്ട് പലർക്കും റിട്ടയർമെന്റ് കഴിയുമ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈസി ചെയറാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, എൻ്റെ പ്രായത്തിലുള്ള പലരും റിട്ടയർമെന്റായി. പല വലിയ വലിയ മേഖലകളിലും ചെറിയ മേഖലകളൊക്കെ ഉള്ളവർ ഇപ്പോൾ അവർ എന്നോട് കോൺടാക്ട് ഉണ്ട്. കഴിഞ്ഞ നമ്മുടെ കല്യാണത്തിന് ഇവർ തൃശ്ശൂർ പലരും വന്നായിരുന്നു. ഞാൻ ചോദിച്ചു ഇനി എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത്രയും കാലം നമ്മൾ ജോലി ചെയ്യുകയും ബിസിനസ്സൊക്കെ ഇനി കുറച്ച് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് വീട്ടിലെ സ്വസ്ഥ, അതാണ് മലയാളത്തിൽ പറയുന്നത്, വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുകയും. എന്നിട്ട് എന്നോട് അവർ ചോദിച്ചു, നിങ്ങൾക്ക് എപ്പോഴാണ് റിട്ടയർമെന്റ്? വളരെ രസകരമായ ചോദ്യം. ഞാൻ പറഞ്ഞു, ഞങ്ങളിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ദൈവത്തിന്റെ പർപ്പസിൽ റിട്ടയർമെന്റ് ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി ചെയ്യുമ്പോൾ രാവിലെ 8 മണിക്ക് ഇറങ്ങി 5 മണിക്ക് കയറുന്ന പരിപാടിയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിക്ക് റിട്ടയർമെന്റ് ഇല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് തുടങ്ങാൻ മാത്രമല്ലേ ഇപ്പൊ സഭായോഗത്തിന് സമയമുള്ളൂ? നിർത്താൻ സമയമില്ലല്ലോ, നിർത്താൻ പറ്റുന്നില്ലല്ലോ, നിർത്തിയിട്ട് നിങ്ങൾ പോകുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്താ? പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്തുകൊണ്ടാണ്. ഹല്ലേലൂയ. ഉണർവ് നടന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മുടെ ഈ ഉണർവിനെ തടഞ്ഞു നിർത്തുകയാണ്, കണ്ടുകെട്ടി നിർത്തുകയാണ്. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഇവിടെ ഇന്ന് രാവിലെ തുടങ്ങിയ ഈ മീറ്റിംഗ് ഇന്ന് നാളെ രാവിലെ വരണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു കുട്ടി പോകത്തില്ല. ഇത് കാണാൻ പോകുന്നതേ ഉള്ളൂ. സൂപ്പർ നാച്ചുറൽ നമ്മളെ ആ ചേർന്നോട് ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് 2 തരത്തിലാണ് സക്സസ്. ഇപ്പൊ നിങ്ങൾ സക്സസ് ആണോ ഫെയിലിയർ ആണോ? നമ്മൾ ഈ ലോകം കാണുന്ന സക്സസും ദൈവം നമ്മളെ കാണുന്ന സക്സസും രണ്ടാണ്. ലോകക്കാർ നമ്മളെ സക്സസ് എന്ന് പറയുന്നത് നമുക്ക് നല്ല ജോലിയും ബിസിനസ്സും മക്കളൊക്കെ നല്ല നിലയിലൊക്കെ ആകുമ്പോഴാണ് യു ആർ അറൈവ്ഡ്,
നീ അവിടെ എത്തി എന്ന് നാട്ടുകാർ പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ നമ്മൾ സക്സസ് ആകുന്നത്, നമ്മൾ കാറ് വാങ്ങുമ്പോഴും ഫ്ലാറ്റ് സ്വന്തമാകുമ്പോഴും അല്ല. ദൈവത്തിന്റെ കണ്ണിലെ സക്സസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി നമ്മൾ മുമ്പിലേക്ക് വന്നോ ആ പദ്ധതി നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവം പറയുന്നത് സക്സസ്ഫുൾ മാൻ. ഇതിന്റെ അകത്ത് ഓരോരുത്തർക്കും മനസ്സിലാക്കുന്നതൊക്കെ ദൈവത്തെ ശ്രദ്ധിക്കുന്നത്. ട്രൂ ദൈവത്തെ മനസ്സിലാക്കുക അതിന് ട്രൂ ദൈവത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോബിന്റെ പുസ്തകം 12:11 ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 12:10 അത് ഗുഡ് ന്യൂസ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ GNT ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഗോഡ് ഹു ഡയറക്ട്സ് ദ ലൈഫ്സ് ഓഫ് ഹിസ് ക്രിയേച്ചേഴ്സ് എവരിവൺസ് ലൈഫ് ഈസ് ഇൻ ഹിസ് പവർ. എല്ലാവരുടെയും ജീവിതം, എല്ലാ സൃഷ്ടികളുടെയും ജീവിതം അതിനെ നയിക്കുന്നത് തമ്പുരാനാണ്. അപ്പൊ എന്റെ ജോലി എന്താ? ദൈവം നിയന്ത്രിക്കുകയും ദൈവം നടത്തുന്ന രീതിയിൽ ഒതുങ്ങി ദൈവത്തിന്റെ കൈ കൊടുക്കുക. അതിനാണ് ബൈബിൾ പലപ്പോഴും പറഞ്ഞത് കുശവന്റെ കയ്യിലെ കളിയാണ്. ഈ മണ്ണിന് അറിയത്തില്ല എന്നെ എന്താ ചെയ്യാൻ പോകുന്നു. കുശവന്റെ കയ്യിലെ മണ്ണെന്ന് പറയുന്നത് മണ്ണിന് അറിയത്തില്ല അതിന് ഏത് ഷേപ്പാണ് എടുക്കാൻ പോകുന്നത്. അതിനെ മീചട്ടി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, പൂച്ചട്ടി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതിന് അറിയത്തില്ല. അത് തീരുമാനിക്കുന്നത് കുശവനാണ്. ഇപ്പൊ കുശവന്റെ മനസ്സിൽ എന്താണ് ആ ഷേപ്പാണ് ഈ മണ്ണിന് വരുന്നത്. പക്ഷേ മണ്ണ് ഒതുങ്ങി കൊടുക്കണം. ഹല്ലേലൂയ. കുശവൻ കലമുണ്ടാക്കാൻ നോക്കുമ്പോ മണ്ണ് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചാൽ കലം പൊട്ടും. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ സത്യദൈവത്തെ അറിഞ്ഞിട്ട് ആ കുശവന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിക്കണം. ദൈവം നടത്തുന്ന ദൈവത്തെ തോന്നുന്നത് അപ്പോസ്തലപ്രവൃത്തി 13:56 ആക്ട്സ് ചാപ്റ്റർ 13:36 13:36 വായിച്ച് അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. David served the purpose of God in his own generation. ആ തലമുറയിൽ ദാവീദ് ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിച്ചതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം. ദാവീദ്, നിങ്ങളെ എല്ലാവരും കേട്ട് കാണുന്ന ഒരു പേരാണ് ദാവീദ്. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം എന്ന് പറഞ്ഞത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഡേവിഡ് served God's purpose in his life. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം ദൈവത്തിന്റെ പേർപ്പസ് ഫുൾഫിൽ ചെയ്യുവാൻ തന്നെ ഏൽപ്പിച്ചത്. അധികം വർഷം അബ്രഹാം ജീവിച്ചതുപോലെ 170 വർഷമോ മോശ ജീവിച്ച പോലെ 120 വർഷം ജീവിച്ചില്ല. 70 വർഷമേ ജീവിച്ചുള്ളൂ. പക്ഷേ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടാ പോയത്. അല്ലാതെ ദാവീദ് മരിച്ചുപോയി, ചാക്കോച്ചൻ മരിച്ചുപോയി, കാക്കാനഗരം മരിച്ചുപോയി അങ്ങനെ പറയുന്നതല്ല. ദാവീദ് അങ്ങനെ മരിച്ചുപോയി എന്ന് പറയാൻ പറ്റത്തില്ല. ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടാ പോയത്. ഞാൻ നിങ്ങളൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യത്തെ കീഴ്മേ മറിക്കുന്നവർ അപ്പസന്മാരെ കുറിച്ച് പറഞ്ഞതുപോലെ 15 വയസ്സ് വരെ പ്രതികൂലത്തിന്റെ PhD എടുത്ത മനുഷ്യനാണ് ദാവീദ്. നിൽക്കക്കളില്ല, നിർത്തിയിട്ടില്ല. നാളെ അടുത്ത 15 മുതൽ 30 വയസ്സ് വരെ ശൗലിന്റെയും ഫെലിസ്തീന്റെയും ഗോലിയത്തിന്റെയും അങ്ങനെ കൂടുതലുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 30ാമത്തെ വയസ്സാകുമ്പോഴേക്കും ലോകം ചിന്തിച്ചു താനൊരു സീറോ ആകുന്നത്. പക്ഷെ 30ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഹീറോ ആകുന്നത്. എല്ലാ സാഹചര്യങ്ങളും കൂടെ നമ്മളെ ഒതുക്കുകയല്ല, എല്ലാ സാഹചര്യങ്ങളും കൂടെ നമ്മളെ പർപ്പസിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന സാഹചര്യങ്ങളെല്ലാം. ആ 30ാമത്തെ വയസ്സിൽ രാജാവായിരിക്കുന്ന ദാവീദ് അടുത്തൊരു 40 വർഷം ആ രാജ്യത്തെ ഭരിച്ചു. 70ാമത്തെ വർഷമാണ് ദാവീദ് നിദ്ര പ്രാപിക്കുന്നത്. അപ്പൊ അതിന് ബൈബിളിലിരിക്കുന്നത് ദാവീദ് എന്തായിരിക്കുന്നത്? തന്റെ ജനറേഷനിൽ ദൈവത്തിന്റെ പദ്ധതിക്കായി സെർവ് ചെയ്തു. അപ്പൊ ഓരോരുത്തരെ കുറിച്ച് അതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇപ്പൊ യോബിന്റെ പുസ്തകം 12:10 വായിച്ചില്ല. God who directs the lives of his creature, everyone's life is in his power. എല്ലാവരുടെയും ജീവൻ ട്രൂ ഗോഡിന്റെ കയ്യിൽ കിടക്കുന്നു. ഞാൻ ബൈബിളാ വായിക്കുന്നത് കേട്ടോ. ഓക്കെ, പലപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ അറിയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിനല്ലേ ദൈവത്തെ വിളിക്കുന്നത്. പലരും ദൈവത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്
അവരുടെ കാര്യം നോക്കാൻ ഒരു ദൈവമുണ്ടെന്നാണ്. പക്ഷെ ബൈബിൾ അതല്ല പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കാര്യം നോക്കാൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ്. എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് എൻ്റെ രോഗം മാറാൻ, എൻ്റെ ബിസിനസിനെ വർദ്ധിപ്പിക്കാൻ, എൻ്റെ കൊച്ചിന് നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടാൻ, എൻ്റെ കുടുംബജീവിതം അനുകരിക്കപ്പെടാൻ. നമ്മൾ പലരും പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തിനാ? ദൈവമേ എന്നെ കാത്തോണേ, എന്നെ കാത്തോണേ, എന്നെ. അപ്പൊ ദൈവം എനിക്ക് വേണ്ടി അല്ല, തിരിച്ചാണ്. ഞാൻ നിങ്ങൾ ദൈവത്തിന് വേണ്ടി തിരിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദൈവത്തെ സ്തുതിച്ച് നിങ്ങൾ ഈ മെസ്സേജ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. Many use God for their own self-actualization, but let God use you for His purpose. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് ഉപയോഗിക്കാനാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലാതെ നമ്മുടെ പദ്ധതിക്ക് വേണ്ടി ദൈവത്തെ അല്ല. അത് പറഞ്ഞ ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിന് ആദ്യം അറിയേണ്ടത് ദൈവത്തെ അറിയണം. ദൈവത്തെ അറിഞ്ഞാലേ എല്ലാം ദൈവത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ദൈവത്തെ അറിയാതെ മനുഷ്യന് ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇന്ന് പുതുതായി ഒന്നോട് ഞാൻ പറയട്ടെ, ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക, മതത്തെ അറിയാനല്ല, ട്രൂ ഗോഡിനെ അറിയുക. എന്റെ വീട്ടുകാർക്ക് ഞാൻ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ വലിയ പ്രയാസമായിരുന്നു. അപ്പം ഞാൻ വലിയ തറവാട്ടുകാരൊക്കെ. അപ്പൊ അവരുടെ കരച്ചിലും അവിടുത്തെ പ്രയാസമൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നി. അപ്പൊ സ്വകാര്യത്തിൽ വന്ന് പറഞ്ഞു, ചീത്ത പറഞ്ഞു നോക്കി, വാണിംഗ് തന്നു നോക്കി, എന്നിട്ടൊന്നും എനിക്കൊരു അനുഭവമില്ലല്ലോ. അപ്പൊ ഞാൻ ഇവരുടെ സങ്കടമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇവരുടെ ഒരു വലിയ കുടുംബമാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് യേശു വേണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷെ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ യേശു അല്ലാതെ വേറൊരു നാമമുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഞാൻ പറയട്ടെ, ആകാശത്തിന്റെ കീഴിൽ യേശുവിന്റെ നാമമല്ലാതെ നമ്മെ രക്ഷിക്കാൻ വേറൊരു നാമമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് യേശു മാത്രം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ ഞാൻ ക്രിസ്ത്യാനികൾ നല്ലവരായതുകൊണ്ടല്ല ഞാൻ യേശുവിനെ സ്വീകരിച്ചത്, യേശു നല്ലവനായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിംസ് മോശമാണെന്നോ, ഹിന്ദു മോശമാണെന്നോ, ക്രിസ്ത്യൻ നല്ലതാണെന്നോ പറയാനല്ല ഞാൻ പറഞ്ഞത്, യേശു നല്ലവനെന്ന് പറയുവാനാണ് ഞാൻ ദൈവം എപ്പോഴും നല്ലവനാണ്. അതുകൊണ്ട് സംശയവാക്യങ്ങൾ 11:28 മെസ്സേജ് ട്രാൻസ്ലേഷൻ, പ്രോവർബ്സ് 11:28 അതിൽ കൊടുത്തിരിക്കുന്ന സൂപ്പറായിട്ട് ശലോമോൻ അതിനെ വർണ്ണിച്ചിരിക്കുന്നത്, ലൈഫ് ഡിവോട്ടഡ് ടു തിങ്സ് ഈസ് എ ഡെഡ് ലൈഫ്. നമ്മുടെ ചിന്ത ഇവിടെ വന്നിരിക്കുമ്പോഴും നമുക്ക് വാഹനത്തെക്കുറിച്ചും ഫ്ലാറ്റിനെ കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കടയെക്കുറിച്ചും ബിസിനസിനെ കുറിച്ചും സംഘടനയെ കുറിച്ചും നമ്മുടെ മനസ്സ് വിടുന്നത് പോവുകയാണ്. ഇവിടെ ഉണ്ടെങ്കിലും മനസ്സ് വിടുന്നത് പോയി. അപ്പൊ അതിന് ശലോമോൻ പറഞ്ഞിരിക്കുന്ന കാര്യം, എ ലൈഫ് ഡിവോട്ടഡ് ടു തിങ്സ് ഈസ് എ ഡെഡ് ലൈഫ്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ മുഴുവനും സ്വർണ്ണക്കടയിലായിരുന്നു. എന്നിട്ട് ലാസ്റ്റിൽ പോയത് മരിക്കാനാണ്. ഇന്ന് അദ്ദേഹം ജീവിക്കുന്നത് ആ ലൈഫ് മാറി സ്വർണത്തിൽ നിന്ന് മാറ്റി യഥാർത്ഥ തങ്കത്തിലേക്ക് തന്റെ ശ്രദ്ധ പതിച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വർണത്തെക്കാട്ടിലും വലിയ ഒരു വൈഡൂര്യമാണ് എൻ്റെ കർത്താവ്. സ്വർണത്തിൽ ആശ്രയിച്ച് ബിസിനസ് ചെയ്ത മനുഷ്യന് ആത്മഹത്യയിലേക്കാണ് നയിച്ചതെങ്കിൽ ആ വ്യക്തി യേശുവിൽ ആശ്രയിച്ചപ്പോൾ അന്ന് അദ്ദേഹം ജീവിക്കുകയാണ്. ഇനി അതുകൊണ്ടാണ് സഭാപ്രസംഗി 12:1 നോക്കി, നീ എപ്പോഴാണ് ദൈവത്തെ അറിയേണ്ടത്? 90-ാമത്തെ വയസ്സിലല്ല ദൈവത്തെ അറിയേണ്ടത്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. കാരണം കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻ ആലുവയിൽ കാണാതെ പോയവരെ തെരഞ്ഞു രക്ഷിപ്പാൻ ആലുവയിൽ ഒരു മീറ്റിംഗ് നടത്തി. ഇത് തോപ്പമ്പടിയിലാണ് നടക്കേണ്ടത്. പക്ഷെ തമ്പുരാൻ അറിയാം ഇന്ന് ആരെയാണ് വിടുവിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് ആലുവയിലേക്ക് നടത്തിയത്. You are blessed, I tell you, you are blessed. You are blessed, you are blessed, you are blessed, you are blessed. Hallelujah. உம்மை ஆராதனை
செய்கிறோம். பாதாளம் செய்தவரே உம்மை ஆராதனை செய்கிறோம். மரணத்தை ஜெயித்தவரே உம்மை ஆராதனை செய்கிறோம். பாதாளம் வென்றவரே உம்மை ஆராதனை செய்கிறோம். அல்லேலூயா ஹோசன்னா அல்லேலூயா அல்லேலூயா ஹோசன்னா அல்லேலூயா ஹோசன்னா. ജീവനോട് ഉയർത്തവരേ ഉമ്മൈ ആരാധന ചെയ്യുന്നു. ജീവന്റെ ആധാരമേ, ജീവൻ ആധാരമേ ഉമ്മൈ ആരാധന ചെയ്യുന്നു. ജീവനോട് ഉയർത്തവരേ ഉമ്മൈ ആരാധന ജീവൻ ആധാരമേ ഉമ്മൈ ആരാധന ചെയ്യുന്നു. ഹല്ലേലൂയാ ഹോസന്നാ ഹല്ലേലൂയാ ഹോസന്നാ ഹല്ലേലൂയാ ഹോസന്നാ ഹല്ലേലൂയാ ഹോസന്നാ ഹല്ലേലൂയാ ഹോസന്നാ. Find the purpose in him. ഞാൻ വെറുതെ ഭൂമിയിൽ എക്കോസിസ്റ്റം ബാലൻസ് ചെയ്യാവുന്നതാണല്ല, ഞാൻ മുതൽ ഒരു പർപ്പസ്. ഞാൻ ഹൈദരാബാദ് ജീവിക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ എനിക്ക് പർപ്പസ് ഒന്നും ഇല്ല. എനിക്ക് പഠിക്കണം, ഒരു ജോലി കിട്ടണം, കല്യാണം കഴിക്കണം, അതാണ് പർപ്പസ്. പക്ഷെ ജീവിതത്തിലെല്ലാം തോൽവിയായപ്പോ പിന്നെ പർപ്പസ് നടക്കത്തില്ല. അതുകൊണ്ട് മരിക്കാൻ തീരുമാനിച്ചു. 24 മിനിറ്റ് കൊണ്ട് തമ്പുരാൻ എന്നെ തൊട്ടു. അപ്പോഴും എനിക്ക് പർപ്പസ് മനസ്സിലായില്ല, എനിക്ക് ദൈവത്തെ മനസ്സിലായി. ദൈവത്തെ മനസ്സിലാക്കിയിട്ട് ദൈവത്തെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ഇടപെട്ടുകൊണ്ടേയിരിക്കും. ദൈവത്തെ അറിയില്ല, ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ ജീവിക്കുമ്പോൾ ദൈവം നമ്മളോട് ഇടപെടും. ദൈവം ഇടപെടുമ്പോൾ നമ്മുടെ പർപ്പസ് ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ പർപ്പസ് മനസ്സിലാക്കിയാൽ പിന്നെ നിരാശരായിട്ടല്ല ജീവിക്കുന്നത്, പിന്നെ പ്രത്യാശയോടെയാണ് ജീവിക്കുന്നത്. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നിരാശയോടെയല്ല, ചെയ്തു തീർക്കാനുണ്ട്. കാരണം ബ്രാക്കറ്റ് പീരീഡ് ദൈവം ഒരു സമയം തന്നു. ആ സമയത്തിന് പുറത്തു പോകുന്നതിന് മുമ്പേ we have to finish the course. അതിന് ദൈവത്തെ അറിയണം. നിങ്ങൾ ഒരു മീറ്റിങ്ങിലൊന്നും വന്നിരുന്നാൽ ഒന്നും മനസ്സിലാകത്തില്ല. നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ പേരോ മൊബൈൽ നമ്പറോടെ കൊടുക്കുക. നിങ്ങളെ പേഴ്സണലായി കണ്ടിട്ട് കുറച്ചും കൂടെ ഒരു ക്ലോസ്ഡ് മീറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടി ഉടനെ തന്നെ ആലോചിച്ച് ചെയ്യാം. താല്പര്യമുള്ളവര് എല്ലാവരും നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ പേര് കൊടുത്താൽ നിങ്ങളെ വിളിക്കും. അടുത്ത മീറ്റിംഗ് എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കാണാനും ഉള്ള സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്ക് ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം, എന്റെ
ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം. അന്യഭാഷകളിൽ അല്പസമയം ദൈവത്തോട് സംസാരിക്കാമോ? ആത്മാവിൽ നിറഞ്ഞ് Let there be creations in Jesus' name. ഇല്ലാത്തതുള്ളതാകട്ടെ. മലകൾ നീക്കി കടലിൽ വീണു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. കൽപ്പിക്ക് യേശുവിന്റെ നാമത്തിൽ. ദൈവം കൽപ്പിച്ചപ്പോ സംഭവിച്ചെങ്കിൽ ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മൾ കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. Let there be upgradations. Let there be upgradations in Jesus' name. ദൈവത്തിന്റെ മക്കൾ ദൈവത്തോട് സംസാരിക്കട്ടെ. ദൈവത്തിന്റെ മക്കൾ ദൈവത്തോട് സംസാരിക്കട്ടെ. Let the children speak to their father. മക്കൾ അപ്പനോട് സംസാരിക്കട്ടെ. Hallelujah. If you imagine, നിങ്ങളതിനെ ചിത്രീകരിച്ച് കണ്ടാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളത് ചിന്തിക്കുമ്പോൾ നിങ്ങളത് കാണുമ്പോൾ ദൈവം അത് ചെയ്തിരിക്കും. വിശ്വസിക്കുന്നുണ്ടോ? If you imagine and if you proclaim, God will do it. Hallelujah. 1 യോഹന്നാൻ 4:17 ഇങ്ങനെ പറയുന്നു, അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാം ഇരിക്കുന്നു. ഈ അവനെന്ന് പറഞ്ഞാൽ യേശു ഇരിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നമ്മൾ ഇരിക്കുന്നു. ഈശ്വരനിരിക്കുന്നതിനോർത്ത് ഈശ്വരനിരിക്കുന്ന എഫെസർക്കെതിരെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, സകല വാഴ്ചകൾക്കുമീതെ അധികാരങ്ങൾക്കുമീതെ കർത്തൃത്വങ്ങൾക്കുമീതെ യേശു കർത്താവ് ഉയർന്നിരിക്കുന്നു എങ്കിൽ എന്നതിൽ കർത്തൃത്വങ്ങൾ എൻ്റെ മുകളിലല്ല, കർത്തൃത്വങ്ങൾ എൻ്റെ കീഴിലാണ്. വിശ്വസിക്കുകയും all the principalities, all the demonic elements, all the dark world is under my feet. Hallelujah. ഇതിൽ കൂടുതൽ വലിയൊരു അനുഗ്രഹം ദൈവം നമുക്ക് നൽകാൻ എന്തിരിക്കുന്നു? യേശു ക്രിസ്തു എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഈ ഭൂമിയിൽ ഞാൻ നിങ്ങൾ ഇരിക്കുന്നു. അതിന് ഒട്ടും കുറഞ്ഞിട്ടല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, അതിന് ഒട്ടും കുറഞ്ഞിട്ടല്ല ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദിവസത്തിൽ നമ്മൾ നന്ദി പറയുന്നത് ഒരു കാറ് കിട്ടിയത് കൊണ്ടോ നല്ലൊരു വിവാഹം കഴിക്കാൻ പറ്റിയത് കൊണ്ടോ നല്ലൊരു വീടുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അതിനെല്ലാം നമ്മൾ നന്ദി പറയും. പക്ഷെ ഒരു കാര്യം ഓർത്തെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞു, പിതാവേ നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഇവരെയും സ്നേഹിക്കുന്നു എന്ന് അവരറിയട്ടെ. അയ്യോ സ്തോത്രങ്ങളെ പോയി. ഒന്നുകൂടെ ഞാൻ പറയാം, പിതാവാം ദൈവം യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെയും സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അറിയട്ടെ എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. അത്രത്തോളം സ്റ്റാൻഡിങ് ഓൺ ഹിസ് ഷൂസ്. കർത്താവ് എവിടെ നിന്നോ, കർത്താവ് എപ്രകാരം നിന്നോ അതുപോലെയാണ് നമ്മൾ നിൽക്കുന്നത്. അതേ അധികാരം, അതേ മഹത്വം. ഹല്ലേലൂയ.
അതിലിങ്ങനെ പറയുന്നു, അവചനത്തിൽ ഇങ്ങനെ പറയുന്നു, പിതാവേ നീ എനിക്ക് നൽകിയിരിക്കുന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുക്കുന്നു. ആമേൻ. പിതാവേ നീ എനിക്ക് നൽകിയിരിക്കുന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുക്കുന്നു. അതിന്റെ രണ്ടാം തരമല്ല യേശു നമുക്ക് തന്നത്. എന്താണോ പിതാവ് യേശുവിന് കൊടുത്തത് അത് നമുക്കായി കർത്താവിന് തന്നു. You go and live. You go and do miracles. You go and do whatever you want in my name. എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരവും മഹത്വവും എൻ്റെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ ദൈവത്തെ അത് മഹത്വപ്പെടുത്തി കർത്താവിനോട് നന്ദി പറയുകയാണ്. ദൈവത്തോട് പറഞ്ഞ് ഏതോ ഭൗതികമായ നന്മകൾ തന്നതുകൊണ്ടല്ല, അതിനെല്ലാം നന്ദി പറയും. പക്ഷേ യേശു ക്രിസ്തു എപ്രകാരമായിരുന്നോ അതുപോലെ കർത്താവ് നമ്മളെ ഇന്ന് നിർത്തിയിരിക്കുന്നെങ്കിൽ, യേശു കർത്താവിനെ പിതാവ് സ്നേഹിച്ചതുപോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ അതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണ് നമുക്ക് വേണ്ടേ? ദൈവമഹത്വത്താൽ പാടുന്നവരുണ്ട്. ആരാധനയോ ആരാധന ഉയർന്ന ശബ്ദം ഇങ്ങനെ പറഞ്ഞു, എങ്കിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും. അതെന്തൊക്കെയാ? മരിച്ചവരെ ഞാൻ ഉയർപ്പിച്ചു, നിങ്ങളത് ചെയ്യും. ഞാൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു, നിങ്ങളത് ചെയ്യും. ഞാൻ കുരുടനെ സൗഖ്യമാക്കി, നിങ്ങളത് ചെയ്യും. ഞാൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, നിങ്ങളത് ചെയ്യും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറ ഈ ദിവസങ്ങളിൽ വലിയതാകട്ടെ. വിശ്വാസത്തിന്റെ ഉയരം കൂടട്ടെ, നീളം കൂടട്ടെ, വീതി കൂടട്ടെ. പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയത് ചെയ്യും. അതിലും വലിയത് എന്തൊക്കെയാ ഒന്ന് ചിന്തിച്ച്. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനേക്കാളും വലിയ എന്തോ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു എങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ അതിലും വലിയത് ചെയ്യും. You will do greater things. You will do greater things. You will do greater things. നിങ്ങൾ അതിലും വലിയത് ചെയ്യും. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ എങ്ങനെ ആരാധിക്കാതിരിക്കുമല്ലേ? എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാതിരിക്കുമല്ലേ? പറയാമോ? എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കു ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം, എന്റെ വാക്കു ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാൻ എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്ക് ജയം മാത്രം, ദൈവം നൽകും ജയം.
നൽകും ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം. അന്യഭാഷകളിൽ അല്പസമയം ദൈവത്തോട് സംസാരിക്കാമോ? ആത്മാവിൽ നിറഞ്ഞ് Let there be creations in Jesus' name. ഇല്ലാത്തതുള്ളതാകട്ടെ. മലകൾ നീക്കി കടലിൽ വീണു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. കൽപ്പിക്ക് യേശുവിന്റെ നാമത്തിൽ. ദൈവം കൽപ്പിച്ചപ്പോ സംഭവിച്ചെങ്കിൽ ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മൾ കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. Let there be upgradations. Let there be upgradations in Jesus' name. ദൈവത്തിന്റെ മക്കൾ ദൈവത്തോട് സംസാരിക്കട്ടെ. ദൈവത്തിന്റെ മക്കൾ ദൈവത്തോട് സംസാരിക്കട്ടെ. Let the children speak to their father. മക്കൾ അപ്പനോട് സംസാരിക്കട്ടെ. Hallelujah. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കും. പകരം എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം. എന്റെ ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം. ഒരിക്കൽ കൂടെ ചേർന്ന് പറയാമോ? വിശ്വാസമേ എന്റെ പരിച, വചനം കയ്യിലെ വാളല്ലോ. രോഗങ്ങളെ കാക്കീഴി, പ്രതിസന്ധികളെ കാക്കീഴി, പിശാചും അവന്റെ ആയുധവും എല്ലാം എന്നാൽ. വിശ്വാസത്തോട് ഒരിക്കൽ കൂടെ പറയാമോ? രോഗങ്ങളെ കാക്കീഴി, പ്രതിസന്ധികളെ കാക്കീഴി, പിശാചും അവന്റെ ആയുധവും എല്ലാം കാക്കീഴി. യേശുവിൻ നാമശക്തി, വിശുദ്ധി എന്നടിസ്ഥാനം, വിശ്വാസമേ എന്റെ പരിച, വചനം കയ്യിലെ വാളല്ലോ. യേശുവിൻ നാമശക്തി, വിശുദ്ധി എന്നടിസ്ഥാനം, വിശ്വാസമേ എന്റെ പരിച, വചനം കയ്യിലെ വാളല്ലോ. ഇനി ചിലവ് കുറഞ്ഞ യാത്ര. ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും 7 രൂപയ്ക്ക് 70 കിലോമീറ്റർ യാത്ര. റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും. വില 55,000 രൂപ മുതൽ. ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല. വായ്പാ സൗകര്യം ലഭ്യമാണ്. സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും. SK മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം. ഫോൺ 9037387983 97782825. SK മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം.